എന്റെ പൊന്നോ തിളച്ചു വന്ന എണ്ണയിലേക്ക് ഉണ്ടല്ല ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സംഗതി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആയിട്ടാ ബാക്കിയുള്ള കുറച്ച് ചോറ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കും കേട്ടോ. കലക്കി കളയരുത്, പഞ്ഞി പോലെ ഇടുക. 1 ടേബിൾ സ്പൂൺ തൈരാണ്ട് ഉടച്ചു വെച്ച റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ട് വിതറിട്ട് കൊടുക്കാം. 3-4 പച്ചമുളക് വെട്ടിക്കൂട്ടി അത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഉണ്ട്, ശേഷം സോഡാപ്പൊടി എടുത്തിട്ട് പൊടിയുടെ ഭണ്ഡാരപ്പെട്ടി തുറക്കാം. 1 ടീസ്പൂൺ മുളകിന്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളിന്റെ പൊടിയും തട്ടിക്കൊട്ടി പാറ്റിച്ചിട്ട് കൊടുക്കാം. സാൾട്ടും കൂടി ഇതുപോലെ കരിവേപ്പിന്റെ എല്ലാം കൂടി അട്ടപടലം മിക്സ് ആക്കി ജോയിന്റ് ആക്കി എടുക്കാം. നല്ല സൂപ്പർ സൺഫ്ലവർ ഓയിലാണ് റൈസിന്റെ മിക്സ് ഇല്ല, ഈ മിക്സ് ഇതുപോലെ എടുത്തിട്ടില്ല എന്നിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തില് നമ്മൾ പറഞ്ഞുതരാം. ഇത്രയും ചെയ്തെടുത്തിട്ടില്ല, നല്ല അടിപൊളി പക്കോട അല്ല സവാള ബജി അല്ല, അതിന്റെയൊക്കെ ടേസ്റ്റ് മാറി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ അടിപൊളി മസ്റ്റ് ട്രൈ സൂപ്പർ സാധനം.